ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പല മണ്ഡലങ്ങളിലും അപരന്മാർ രംഗത്ത്. ചില മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒന്നിലേറെ അപരന്മാരുണ്ട്. തിരുവനന്തപുരത്തെ അപരനെ ആദ്യം പരിചയപ്പെടാം. തിരുവനന്തപുരത്തെ അപരന്റെ പേര് ശശി എന്നാണ്. പ്രേമചന്ദ്രൻ നായർ എന്നാണ് NK പ്രേമചന്ദ്രന്റെ അപരന്റെ പേര്. അപരൻ സുരേഷ് കുമാർ. മാവേലിക്കരയിലെ അപരന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ലോക്സഭാ ഇലക്ഷൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ അപരന്മാർ ഇലക്ഷൻ കാൻഡിഡേറ്റായി വരുന്ന വാർത്തകളൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയും. കോട്ടയത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജിന് രണ്ട് അപരന്മാരായി ഫ്രാൻസിസ് ജോർജ് എന്ന പേരിൽ തന്നെ രണ്ടാമത്തെ ആളും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരിൻ്റെ അപരനെക്കുറിച്ചും മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് അപരന്മാരെന്നും എന്താണ് ഇലക്ഷനിൽ അപരന്മാർക്കുള്ള പങ്കെന്നും എങ്ങനെയാണ് ഇവർ ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്നും എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനിൽ അപരന്മാരെ ഉപയോഗിക്കുന്നതെന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുമായി വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതുമൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇലക്ഷനിൽ എങ്ങനെയും വിജയിക്കുക, അധികാരത്തിലേക്ക് വരിക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത്. ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് അവർക്ക് എത്രത്തോളം വോട്ടുകൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥി 1000 വോട്ടുകൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നത് അയാൾക്ക് രണ്ടാമത് നിൽക്കുന്ന ആളേക്കാൾ 1000 വോട്ടേഴ്സ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നതായിരിക്കുമല്ലേ. എന്നാൽ അത് അങ്ങനെ ആകണമെന്നില്ല. ഇവിടെ 1000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ 1000 വോട്ടുകൾ മറ്റാർക്കോ പോയി എന്നുകൂടിയും പറയാം. അവിടെയാണ് ഇലക്ഷനിലെ അപരന്മാർക്കുള്ള പങ്കെന്ന് പറയുന്നത്. ആരാണ് ഈ അപരന്മാർ? ഇലക്ഷനിലെ അപരന്മാർ എന്നാൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കുന്നവരാണിവരും. പിന്നെ എങ്ങനെയാണ് ഇവരെ അപരർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ സാമ്യമുള്ള പേരുകളിലോ അല്ലെങ്കിൽ അതേ പേരുകളിലോ തന്നെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ അപരർ എന്ന് പറയുന്നത്. ഈ യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളുമായി സാമ്യമുള്ള പേരുകളുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നത് എതിർ പാർട്ടിയിലുള്ള ആളുകളാണ്. എന്നാൽ ഇവർ നോമിനേഷൻ ചെയ്യുന്നത് സ്വയം ലേബലിൽ തന്നെയായിരിക്കും. ഇവരുടെ പേര് മാത്രമല്ല, ഇവരുടെ ചിഹ്നവും യഥാർത്ഥ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവുമായി സാമ്യമുള്ളതായിരിക്കും. ഈ അപരന്മാർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് എതിർ പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുകൾക്കാണ്. ഈ അപരന്മാരെ കാൻഡിഡേറ്റ്സായി നിർത്തുന്നത് വോട്ടേഴ്സിനെ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ച് വോട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മളിടുന്ന വോട്ട് എങ്ങനെയാണ് മാറിപ്പോകുന്നതെന്ന് വെച്ചാൽ ഒരു വോട്ടിന് മെഷീനിൽ തന്നെ സാമ്യതയുള്ള ഒരേ പേരുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതേ പേരുകൾ തന്നെ വരുമ്പോഴോ, അല്ലെങ്കിൽ സാമ്യതയുള്ള ചിഹ്നങ്ങൾ വരുമ്പോഴോ വോട്ടേഴ്സിന് കൺഫ്യൂഷൻ ആകുകയും അവർ ചെയ്ത വോട്ട് അവർ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ്സിന് പോകാതെ വരികയും ചെയ്യും. ഇവിടെ യഥാർത്ഥ കാൻഡിഡേറ്റ്സിൻ്റെ വോട്ടുകൾ കുറയുകയും അയാൾ ആ ഇലക്ഷനിൽ തോറ്റു പോകാനുമുള്ള സാധ്യത കൂടുന്നു എന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യം മനസ്സിൽ വരുന്നുണ്ടായിരിക്കുമല്ലേ. എന്നാൽ ഇതേപോലെ യഥാർത്ഥ കാൻഡിഡേറ്റ്സിന് പോകേണ്ട വോട്ടുകൾ അപരന്മാർക്ക് പോവുകയും ഇലക്ഷനിൽ ആ യഥാർത്ഥ കാൻഡിഡേറ്റ്സ് തോറ്റിട്ടുമുണ്ട് എന്നതാണ് വാസ്തവം. 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരന് ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. 2004 പൊതു തെരഞ്ഞെടുപ്പിൽ VM സുധീരൻ മത്സരിച്ച ആലപ്പുഴ മണ്ഡലത്തിൽ VS സുധീരൻ എന്ന് സമാന പേരുള്ള ഒരു ഡമ്മി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വോട്ട് എണ്ണിയപ്പോൾ ആകെ 8281 വോട്ടുകൾ നേടിയ VM സുധീരൻ 1009 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ KS മനോജിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ പ്രതിഭാസം 2004 തെരഞ്ഞെടുപ്പിൽ അവസാനിച്ചിട്ടില്ല. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിലും ഇതേ സാഹചര്യമുണ്ടായി. എങ്കിലും കോഴിക്കോട് കഥയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ഡമ്മി സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്ത് CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിന് ആകെ 3 അപരന്മാരാണ് ഉണ്ടായിരുന്നത്. 3 ഡമ്മി സ്ഥാനാർത്ഥികളായ K മുഹമ്മദ് റിയാസ്, P മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് എന്നിവർ മൊത്തം 4000 വോട്ടുകൾ അവർക്ക് അനുകൂലമായി നേടി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ റിയാസ് 838 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK രാഘവനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപരന്മാരെ പേടിച്ച് പല കാൻഡിഡേറ്റ്സും സ്വന്തം പേരിൻ്റെ കൂടെ സ്ഥലപ്പേരും അല്ലെങ്കിൽ വീട്ടുപേരുമൊക്കെ ചേർത്തു എന്നതാണ് വാസ്തവം. 2006 അസംബ്ലി ഇലക്ഷനിൽ മരിച്ചുപോയ G കാർത്തികേയൻ
ഡമ്മി കാൻഡിഡേറ്റ്സിനെ പേടിച്ച് ജി കാർത്തികേയൻ എന്ന പേര് ജി കാർത്തികേയൻ ആര്യനാടി എന്നാക്കി മാറ്റുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വോട്ടേഴ്സിനെ കൺഫ്യൂഷനാക്കി തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തിരിക്കുന്നത് ഒരു തെറ്റായ രീതിയല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിന് മറുപടിയായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത് ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ള ഒന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ അനുസരിച്ച് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളതോ 25 വയസ്സിന് മുകളിലുള്ളവർക്കാർക്കും ഇന്ത്യയിലെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും കാൻഡിഡേറ്റ്സായി മത്സരിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ അനുസരിച്ച് അവരുടെ സ്വന്തം പേരിൽ തന്നെയാണ് അവർ മത്സരിക്കുന്നതെന്നും അവിടെ ഒരാളുടെ പേരിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്താനാകില്ല എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. എന്നാൽ സ്ഥാനാർത്ഥികൾ തന്നെ ഇതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി ബോധിപ്പിക്കുകയും തുടർന്ന് 2019 നടന്ന ഇലക്ഷനിൽ ആദ്യമായി വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരിൻ്റെ കൂടെ അവരുടെ ഫോട്ടോ കൂടി പ്രിന്റ് ചെയ്ത് വെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് വോട്ടേഴ്സിന് പേരിലുണ്ടാക്കുന്ന കൺഫ്യൂഷൻ മാറിക്കിട്ടുമെന്നും ഒരു പരിധിവരെ അപരന്മാർക്ക് വോട്ട് പോകുന്നത് തടയാനും സാധിച്ചു എന്നതും സത്യമാണ്. എന്നാൽ പിന്നീട് ഇത് പഴയതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനിൽ പേരും ചിഹ്നവും മാത്രമാകുകയും ചെയ്തു എന്നതാണ് വാസ്തവം. ഇപ്പോൾ നടക്കുന്ന 2024 ലോക്സഭ ഇലക്ഷനിലും പുതിയ വാർത്തകൾ വരുന്നത് വോട്ടിംഗ് മെഷീനിൽ പേരുകളും ചിഹ്നവും മാത്രമാണ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ പഴയ പോലെ അപരന്മാർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഇലക്ഷൻ കാൻഡിഡേറ്റ്സായി മത്സരിക്കുന്നു എന്ന വാർത്തകളും മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നതാണ് വാസ്തവം.